എഴുത്തുകാരെന്ന രീതിയിൽ നമ്മൾ ഒറ്റയ്ക്ക് വരിക്കുമ്പോൾ കിട്ടുന്ന ചില സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീൽ. അത് ഈ മാളികപ്പുറം കഴിഞ്ഞപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ട്. കാരണം മാളികപ്പുറം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുക, എനിക്കൊരു കോള് വന്നു. ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അഭിലാഷ് അല്ലേ അവനാണ് പറഞ്ഞു, ഞങ്ങൾ പടം കാണാൻ പോയി. ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ ഫുള്ള് കണ്ടില്ല, ഇൻ്റർവെല്ലിന് മുന്നേ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഹോ അയ്യോ ഇഷ്ടപ്പെട്ടില്ലേ. അവർ അതല്ല ഞങ്ങളുടെ കഥ എങ്ങനെ അഭിലാഷിന് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഷോക്കായിപ്പോയി. ഞാൻ വെച്ചാൽ ദൈവമേ ഇനി വല്ല കോപ്പി റൈറ്റ് പരിപാടിയാണോ. അപ്പോൾ ഞാൻ ഇല്ല അത് എനിക്കറിയില്ല, ഇത് എൻ്റെ തന്നെ ഫിക്ഷനാണല്ലോ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല എൻ്റെ ലൈഫിൽ നടന്ന ചെറിയ കുറച്ച് പരിപാടികൾ അതിലുണ്ട് താനും. ഞാൻ പറഞ്ഞു ഇല്ല അഭിലാഷ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിച്ചത്. അതിന് ഇതേ ഫാമിലി ഞാൻ പോയി കണ്ടു എന്നെ. അപ്പോൾ അവിടെ സംഭവിച്ചത് ഇത് തന്നെയാണ്. ആ കുട്ടിയും അച്ഛനും ഭയങ്കര ഇതായിരുന്നു. ആ കുട്ടിയെ ശബരിമലയിൽ കൊണ്ട് മാലയിടുന്ന സമയത്ത് ഈ അച്ഛനെ വഴി വെച്ചിട്ട് ഫിനാൻസുകാർ തല്ലിയിട്ടുണ്ട്. അച്ഛൻ സൂയിസൈഡ് ചെയ്തു. ഞാൻ ആ ഫാമിലി കണ്ട് എനിക്ക് ഒരു ഷോക്കായി പോയി. കാരണം നമ്മൾ എഴുതിയൊരു കഥ അങ്ങനെ തന്നെ മറ്റുള്ള ജീവിതത്തിൽ സംഭവിച്ചേക്കുക. അപ്പോൾ അതൊക്കെ ചില സമയത്ത് ആലോചിക്കുമ്പോൾ ഇതൊക്കെ എന്താണ് ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത് എന്തോ സൂപ്പർ നാച്ചുറൽ അല്ല, ഞാൻ ഇങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഫാക്റ്റ്.